ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയിൽ ഇനി നമ്മൾ ക്യാഷ് അയക്കുന്ന സമയത്ത് പാസ്വേഡോ അല്ലെങ്കിൽ പിൻ നമ്പറോ ആവശ്യമില്ല. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് പണം അയക്കാൻ വേണ്ടി സാധിക്കും. ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു സേവനത്തിന് പരിധിയുണ്ട് കേട്ടോ. 5000 രൂപ വരെയാണ് നമുക്കൊരു ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് ഫോണുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് മാത്രമാണ് ആഡ് ആയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് ഫിംഗർ പ്രിൻറ്റ് അതുപോലെ ലോക്കൊന്നും ഉപയോഗിക്കാതെ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഫീച്ചർ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ഇതിനകത്ത് ഓൺ ചെയ്ത് വെക്കണം. നമ്മൾ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഫോൺ ലോക്കിനകത്ത് നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഫിംഗർ പ്രിൻറ്റിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യാത്തവർ ആദ്യമായിട്ട് ഫിംഗർ പ്രിൻ്റൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷമാണ് നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ യു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ബാങ്ക് അക്കൗണ്ട് ഒന്നിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ ഇതിൽ ലിങ്ക് ആയിട്ടുണ്ട് ആ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏത് ബാങ്കാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് ഒരു ബാങ്ക്. ഇതിനകത്താണ് നമ്മൾ പുതിയ ഫീച്ചർ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും മാനേജ് ബയോമെട്രിക് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതുപോലെ ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് നമുക്ക് യൂസ് ഫിംഗർ പ്രിൻറ്റ് ഓർ ഫേസ് ഐ ഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഫേസ് ഐ ഡി വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓഫ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ആൻഡ് സെറ്റപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ബ്ലൂ കളറിലായിട്ട് ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UPI പിൻ നമ്പർ ചോദിക്കും. സാധാരണ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന UPI നമ്പറാണ് ചോദിക്കുന്നത്. ആ ഒരു UPI നമ്പർ നമ്മുടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ആയിക്കൊണ്ട് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ടച്ച് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഫോണിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. തമ്പ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വിത്തിൻ സെക്കൻഡിൽ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ എനേബിൾ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ഓൺ ആവുന്നതാണ്. പിന്നീട് നമുക്ക് നമ്മൾ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും ചോദിക്കുന്നത്. കണ്ടില്ലേ, ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചുകൊണ്ടാണ് പേയ്മെൻറ്റുകൾ നടത്തുന്നത്. ഇത് ഫോൺ പേ പേടിഎമ്മിലേക്ക് മുന്നേ ഉള്ളൊരു ഓപ്ഷനാണ്. ഗൂഗിൾ പേയിൽ ഇപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഗൂഗിൾ പേയിലെ ഈ ഒരു പുതിയ ഫീച്ചറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് ദോഷകരമായിട്ട് ബാധിക്കുമോ മറ്റുള്ളവരെ? അതോ ഇത് ആരെങ്കിലും മിസ്യൂസ് ചെയ്യുമോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.